പ്രിയപ്പെട്ട നമസ്കാരം, മനോഫാണ്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്, നമ്മുടെ ഈ കേരളം. സത്യം പറഞ്ഞാൽ മതസൗഹാർദ്ദവും അതേപോലെ തന്നെ സാഹോദര്യവും എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ ഈ നാട് സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. കാര്യം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ 2-3 ക്ലിപ്സുകൾ നമ്മൾ കാണാനിടയായി. അപ്പോൾ എന്തായാലും ആ 2-3 ക്ലിപ്പുകൾ ഇങ്ങനെയാണ്. ഒരു ക്ലിപ്പ് നമ്മുടെ PC ജോർജിൻ്റെയാണ്. മറ്റൊരു ക്ലിപ്പ് 14 വയസ്സുള്ള ഒരു സഹോദരൻ തൻ്റെ സഹോദരിയെ ഗർഭിണിയാക്കിയ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രചരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു നിയമപാലകൻ ഒരു വീട്ടിലേക്ക് ചെന്ന് ആ സഹോദരിയെ പല പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഈ 3 വാർത്തകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വയനാട് ദുരന്തവും അതേപോലെ തന്നെ കോവിഡും ഒക്കെ മാറിയിട്ട്, അതായത് അന്നൊക്കെ ഭയങ്കര മതസൗഹാർദ്ദതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നമ്മളൊക്കെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്ന നമ്മളുടെ ഈ നാട് വളരെ സമാധാനത്തോട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അറബികൾ വാഴ്ത്തിപ്പാടിയ, ബ്രിട്ടീഷുകാർ ഉറ്റുനോക്കിയ, ഇന്നും സ്വപ്നം കാണുന്ന നമ്മളുടെ ഈ ഭാരതം വളരെ സമാധാനപരമായിട്ടും ശാന്തിപരമായിട്ടും പ്രകൃതി ഭംഗി കൊണ്ടും അഭിമാനിക്കാവുന്ന മലയാളിയിലേക്ക് വർഗീയതയുടെയും അല്ലെങ്കിൽ പാർട്ടിയുടെയും അതേപോലെ തന്നെ അക്രമത്തിൻ്റെയും ഒരു കുരുതിക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ. കാര്യം വലിയ വ്യൂവേഴ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്ന മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരമായ വീഡിയോ ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരിലേക്ക് അത് എത്താറില്ല. പക്ഷേ എങ്കിലും സീരിയസ് ആയിട്ട് ഈ ഒരു 3 വിഷയം കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു പൗരൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇതൊരു വലിയ റീച്ചിന് വേണ്ടിയിട്ടോ കാര്യങ്ങളൊന്നുമല്ല. കാരണം പലർക്കും ഇത് പറയാൻ പേടിയാണ്. കാര്യം ഇന്ന് അക്രമത്തിനെതിരെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിയമം കൊണ്ടോ അല്ലെങ്കിൽ അക്രമം കൊണ്ടോ തീർച്ചയായിട്ടും അവരെ തടങ്കലിലാക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വഴിയിൽ ഒരു മനുഷ്യൻ പിടഞ്ഞ് മരിക്കാൻ കിടന്നാൽ പോലും ആർക്കും ചെന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അവരെ കോടതി ചിലപ്പോൾ കുറ്റക്കാരനാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പാർട്ടിയും അല്ലെങ്കിൽ മതങ്ങളും ഒക്കെ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മതവും പാർട്ടിയൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഇന്ന് അത് ഉപയോഗിച്ചിട്ട് തന്നെ പല ആൾക്കാരും വർഗീയമായി പല കുടുംബങ്ങളെയും വെട്ടിത്തുണ്ടമാക്കുന്നൊരവസ്ഥയും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വർഗീയ വിഷയങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞു പഠിച്ചവരാണ് നമ്മൾ. പക്ഷേ ഇന്നത്തെ കുട്ടികൾ പലരും അത് ഉൾക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ സ്വന്തം അയൽപ്പക്കത്ത് കിടക്കുന്ന മുസൽമാനെയോ ക്രൈസ്തവനെയോ വെട്ടി നുറുക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. അത് പിടിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കയ്യിലേക്ക് ആയുധം വെച്ച് കൊടുക്കുന്നത് സ്വന്തം തന്തയാവാം അല്ലെങ്കിൽ തള്ളയാവാം. അത്രയും വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കുരുതിക്കളമായി നമ്മളുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണമാകുന്നത് തീർച്ചയായിട്ടും എടുത്തു പറയാം 3 ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് PC ജോർജിൻ്റെ വെള്ള കതറിട്ട്, തീർച്ചയായിട്ടും ആ കതറിനൊരു പവിത്രതയുണ്ട്. ആ കതർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു മനുഷ്യനെ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, മുസ്ലിമാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, അവൻ്റെ സകല സംരക്ഷണവും ഏറ്റെടുത്ത് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഒരാളാണ്. അത് മുസ്ലിമെന്നോ ഹൈന്ദവനെന്നോ ക്രൈസ്തവനോ എന്നോ ഇല്ലാതെ എല്ലാവരും ഇലക്ഷന് പോയി വോട്ട് കുത്തി ഒരു മെമ്പറാക്കുക, അല്ലെങ്കിൽ ഒരു MLA ആക്കുക, അല്ലെങ്കിൽ ഒരു മന്ത്രിയാക്കുക, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാക്കുക. ഇതെല്ലാം കോടതിയും ഭരണഘടനയും എല്ലാം ജനങ്ങളുടെ നന്മയ്ക്കായി എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഏകദേശം ഒരു 100% ആൾക്കാരിൽ നിന്നും ഒരു 30%ഓളം ആൾക്കാർക്ക് തീർച്ചയായിട്ടും സർക്കാർ ജോലികൾ പിൻവാതിലിൽ വരെ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ട്, സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒരു PSC എഴുതാതെയും അതല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ ഒന്നും സഞ്ചരിപ്പിക്കാതെ തീർച്ചയായിട്ടും വേണ്ടപ്പെട്ട നല്ല പദവികൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ആക്രമണം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഏതെങ്കിലും പാർട്ടിയുമായിട്ട് കയറി പറ്റുകയും അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണമുണ്ടാവും. അത് ഏത് അക്രമം ചെയ്ത് കഴിഞ്ഞാലും എന്നെ രക്ഷിക്കാൻ എൻ്റെ മെമ്പർ, അല്ലെങ്കിൽ എൻ്റെ MLA, അല്ലെങ്കിൽ എൻ്റെ മന്ത്രി ഉണ്ട് എന്ന് ഒരു ഉറച്ച വിശ്വാസം അവർക്കുള്ളതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ നമ്മളെ ഈ നാട്ടിൽ ഇത്രയും അക്രമങ്ങൾ നടക്കില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ തീർച്ചയായിട്ടും ഈ 14 വയസ്സുള്ള സഹോദരൻ സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കാനുണ്ടായ ഒരു കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ സിനിമകളും രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരൊന്നും, ഞാനും അത്യാവശ്യം ചെറിയ സിനിമകൾ ചെയ്യുന്നതാണ്, എൻ്റേതായ സിനിമകൾ മാത്രം, അത് വലിയ താരനിരയെ കൊണ്ടുവന്ന് കോടികൾ വറക്കാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം ആഗ്രഹത്തിൻ്റെ പേരിൽ എന്നെപ്പോലുള്ള ന്യൂഫേസുകളെ വെച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ മടിയുമില്ല. കാര്യം എൻ്റെ സെലിബ്രിറ്റി പട്ടം തെറിച്ചു പോകുന്നു, അല്ലെങ്കിൽ നട്ടല് വളച്ച് വെച്ചിട്ട് ഈ രാജ്യത്തിനും എൻ്റെ കൂടെയുള്ള ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ വാ തുറന്നാൽ എൻ്റെ സ്റ്റാർ പട്ടം തെറിക്കുന്നെങ്കിൽ അങ്ങനെ തെറിക്കേണ്ട കാര്യമില്ലെന്ന്. കാര്യം അത് മോഹിക്കുന്നില്ല. ഞാൻ അത്യാവശ്യം എൻ്റെ പ്രോജക്റ്റുകൾ മാത്രം ചെയ്യുന്നു. ഇഷ്ടമുള്ളവർ കാണും, ഇല്ലെങ്കിൽ കാണത്തില്ല. എനിക്ക് വൈറലാവേണ്ട കാര്യമില്ല. അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തരും, അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുക, അവരുടെ ഇടയിലുള്ള അംഗീകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് നട്ടല് വളച്ചിരിക്കേണ്ട ഒരു കേസ് കിട്ടില്ല. പലർക്കും പറയാൻ മടിയെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തെയോ മതത്തെയോ സിനിമയോ എന്തെങ്കിലും പറഞ്ഞാൽ സിനിമയിൽ അംഗീകാരമില്ല, അല്ലെങ്കിൽ അഭിനയിക്കുന്ന അവസരം കിട്ടില്ല.
രാഷ്ട്രീയത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിച്ചകത്താക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിന് എന്നാൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കില്ല. പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേസിൽ കുടുക്കി തീർച്ചയായിട്ടും അകത്തിടും. നമ്മുടെ ഈ ഭരണഘടനയിൽ എന്താണ് പറയുന്നത്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും തീർച്ചയായിട്ടും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ നിയമവ്യവസ്ഥകളെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു പൊട്ടൻ്റെ കയ്യിൽ, കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പം നമ്മൾ നിയമിക്കുന്നു, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മൾ കതർ കൊടുക്കുമ്പോൾ, അവനൊരു കസേര കൊടുക്കുമ്പോൾ നമ്മൾ അവരിന് വിശ്വാസമുണ്ട് ഈ രാജ്യത്തിന് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുമെന്ന്. പക്ഷേ അവനൊന്ന് വർഗീയവാദിയായി അല്ലെങ്കിൽ ഈ രാജ്യത്ത് എങ്ങനെ കൊള്ള നടത്താം ആ രീതിയിൽ കൊള്ള നടത്തി കൊണ്ടിരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ മീഡിയയിലും മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അത് നമ്മളെല്ലാവരും കാണുന്നവരുമാണ്. പക്ഷേ എങ്കിലും ഉപജീവനമാർഗ്ഗമായി സർക്കാർ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുത്തതുകൊണ്ട് പേരിൽ ഒരു 30% ആൾക്കാർ തീർച്ചയായിട്ടും അവർ എന്ത് അഴിമതി കണ്ടാലും അവർ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കമൻറ്റായി പോലും മുന്നോട്ട് വരാൻ അവർക്ക് പേടിയാണ്. കാരണം എന്താണ്? ആര് ചത്താലും നമ്മുടെ ജീവിതമാർഗ്ഗം മുടങ്ങാൻ പാടില്ല, നമ്മൾ പ്രതികരിക്കാനോ നമ്മൾ വാ തുറക്കാനോ പോകണ്ട. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളെ വീട്ടിൽ പഠിപ്പിക്കാത്ത സംസ്കാരം, കേരളത്തിന് സംസ്കാരമുണ്ട്. എല്ലാ മതങ്ങൾക്കും ഒരു ആചാരവും അനുഷ്ഠാനവും സ്നേഹവും ഒക്കെയാണ് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഇത് തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഒരുപാട് കുതന്ത്രങ്ങൾ അന്നും ഇന്നും പ്രയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും വലിയൊരു ആയുധമാണ് വർഗീയത എന്ന് പറയുന്നത്. ഇത് പല പ്രാവശ്യം എൻ്റെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ഞാൻ പണ്ടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വലിയ ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് മറ്റു വിഷയമല്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത്യാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ ഈ 3 വിഷയങ്ങൾ കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് സംസാരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നതിൻ്റെ പേരിലാണ് തീർച്ചയായിട്ടും ഈ ഒരു സംസാരം നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാൻ എനിക്ക് മടിയാണ്. കാര്യം വീഡിയോ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വള്ളി കേസ് കിട്ടാണ്. പിന്നെ പലരും ഇതിനൊരു ഉപജീവന മാർക്കറ്റ്, ആവശ്യമില്ലാത്ത ചർച്ചകൾ, വെറുതെ ഒരു മനുഷ്യനെ കൊന്നില്ലെങ്കിൽ അവൻ ചത്തില്ലെങ്കിൽ അവൻ ചത്തു എന്ന് പറഞ്ഞിട്ട് മീഡിയയിൽ പ്രശസ്തി നേടാനും പൈസ നേടാനും ഇന്ന് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സംസ്കാരത്തെയൊക്കെ വ്രണപ്പെടുത്തിക്കൊണ്ട് PC ജോർജ് നടത്തിയ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ഒരു അഭിമുഖം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയാം. തീർച്ചയായിട്ടും ഒരുപാട് മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെയും ഒക്കെ കളിയാക്കി തീവ്രവാദികൾ എന്ന് വിളിക്കുമ്പോൾ PC ജോർജിൻ്റെ പിതാവോ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അച്ഛനമ്മമാരല്ല നമുക്ക് ഈ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. PC ജോർജ് എന്നല്ല, ഈ ഇരിക്കുന്ന ഏത് പ്രസ്ഥാനത്തിൻ്റെ ഏത് നേതാവും ഒരു 2 or 3 തലമുറയുടെ തന്തമാർ പോലും ഒരുപക്ഷെ നമ്മുടെ ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് പോരാടി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നിട്ടില്ലായിരിക്കും. ഗാന്ധിയും അതേപോലുള്ള ഒരുപാട് മതസൗഹാർദ്ദയോട് കൂടിയിട്ട് 3 മതങ്ങളും ഒരുമിച്ച് നിന്ന് ഒരുപാട് പേര് വെട്ടേറ്റ് മരിക്കുകയും അവരുടെ കുടുംബം അനാഥമാക്കി ബ്രിട്ടീഷിനോട് പോരാടിയിട്ടാണ് നമുക്ക് ഇന്ന് സ്വതന്ത്രമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അത് PCക്കും മറ്റ് ഏതോനായാലും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഭരണത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സ്വാധീനം ഉപയോഗിച്ച് അത് ജനങ്ങൾ തന്ന അംഗീകാരമാണെന്ന് സാമാന്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അർഹനായവനെ, ഇപ്പോൾ പോലീസുകാരൻ ഒരു സ്ത്രീയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു എന്ന് പറയുന്നു, ഏതെങ്കിലും പൊട്ടന് ഒരു തോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും ഇട്ട് വെടിവെക്കും. ആ ഒരവസ്ഥയാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും ക്രിട്ടിക്കലായി മനസ്സാക്ഷിയും അല്ലെങ്കിൽ കോമൺ സെൻസും ഉള്ള ഒരു നല്ല മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ്. അതിനുള്ള ആരോഗ്യവും അറിവും മനസ്സാക്ഷിയും ഒരു കൂട്ടുകാരനെ പോലെ ജനങ്ങളെ കാണാൻ കഴിയുന്നതിന് ഇങ്ങനെയുള്ള അധികാരങ്ങൾ നമ്മൾ കൊടുക്കാവുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം ജോലി കളഞ്ഞ് നമ്മൾ ക്യൂവിൽ നിന്ന് ഈ വിരൽമുദ്ര ഓരോന്നും കുത്തിക്കൊടുത്ത് അവനെയൊക്കെ വിജയിപ്പിച്ചിരുത്തുമ്പോൾ ഈ ജനങ്ങളെ എങ്ങനെയാണ് അവർ നരനായിട്ട് നടത്തുന്നത്? ഇപ്പോൾ സ്കൂളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു, ഒരു പ്രിൻസിപ്പാളിനെ പഠിക്കുക, ഒരു +2 പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി, നിന്നെ വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ, നിന്നെ വെളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർത്തേക്കാം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം. നമ്മൾ ഈ സിനിമ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? നമുക്ക് സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെല്ലാം നികുതിപ്പണം കൊണ്ട് അവന്മാരെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ചുരുളി എന്ന് പറയുന്ന സിനിമയിൽ നമ്മളും സിനിമ ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ചെറിയ വർക്കുകൾ. പക്ഷേ ഈ ചുരുളി എന്ന് പറയുന്ന സിനിമയിൽ മൈ എന്ന് പറയുന്ന ഭാഷ, മലയാളത്തിനൊരു സംസ്കാരമുണ്ട്, നമ്മുടെ കേരളത്തിനൊരു സംസ്കാരമുണ്ട്. ഒരു സിനിമ വന്നിട്ട് പ്രത്യേകിച്ച് അത് തെറിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അത് സിനിമയല്ല തീരുമാനിക്കുന്നത്. ഇവിടുത്തെ സംസ്കാരം മാറ്റാൻ ഒരു സിനിമയ്ക്ക് അധികാരമില്ല. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യൻ്റെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട നിയമപീഠങ്ങളാണ്. അത് സെൻസർ ബോർഡായാലും കോടതിയായാലും പോലീസുകാരായാലും അല്ലെങ്കിൽ പാർട്ടിക്കാരാണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ വിഷയമുണ്ടാക്കിയാൽ അവരുടെ ഒരു പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടികളെ സ്വന്തം പാർട്ടിയിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന തെറ്റുകളെയൊക്കെ തൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യുകയും ആ പാർട്ടിയുടെ ശക്തി ഈ കൊച്ചുകുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അധ്യാപകർ ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ സ്ഥലം മാറ്റുകയും രക്ഷിതാക്കൾ ഇതിനെതിരെ സംസാരിച്ചാൽ അവരെ വെട്ടിക്കൊല്ലുകയും സമൂഹത്തിൽ മറ്റാരെങ്കിലും ഇതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണ്. തീർച്ചയായിട്ടും നിയമപാലകർ ഇത് അറിയേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ജോലി ജനങ്ങളുടെ ഒരു വിശ്വാസ കേന്ദ്രമാണ്, അഭയ കേന്ദ്രമാണ്. കൈക്കൂലി വാങ്ങിയും
അല്ലെങ്കിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ്റെ കൂറിനെ ബഹുമാനിച്ചും അല്ലെങ്കിൽ ആജ്ഞയെ ബഹുമാനിച്ചും നിങ്ങൾ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ജനസേവനം എന്നതിലുപരി തന്നെ അതിൻ്റെ ഒരു മറുവശമാണ് ഒരു നരനായാട്ടാണ്. നമ്മുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നിരപരാധികളെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ കാരാഗ്രഹത്തിലടയ്ക്കുക, അല്ലെങ്കിൽ അവർക്ക് കണ്ണടച്ച് അവരെ റിലീസ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാരണം അങ്ങനെയുള്ള ജോലി കളഞ്ഞിട്ട് മൈക്കാട് പണിക്ക് പോകുന്നതാണ് നല്ലത്. കാര്യം അങ്ങനെ എന്തിനാണ് ഈ ജോലി? കാര്യം ഈ ജനങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണകൂടത്തെയും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് അവർക്കൊരു ദ്രോഹം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കുടുംബങ്ങളെ കോഞ്ഞാട്ടയാക്കിക്കൊണ്ട് സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു ജോലിയെക്കാൾ നല്ലത് തോട്ടിപ്പണി എടുത്ത് ജീവിക്കുന്നതാണ്. അത് സർക്കാർ ചില മന്ത്രിമാരടിക്കും പറയാനുള്ളത്. പല അഴിമതികളും പല ഭാഗത്തും നമ്മൾ കണ്ടതാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരു ഭാഗത്ത് വർഗീയത, ഒരു ഭാഗത്ത് ആരെങ്കിലും വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം പട്ടിണിയാക്കി കഴിഞ്ഞാലും അവന് സുഖജീവിതമാണ് ജയിലിൽ. രാഷ്ട്രീയം വെച്ച് അല്ലെങ്കിൽ അധികാരം വെച്ച്, ജനങ്ങൾ കൊടുത്ത അധികാരം വെച്ചിട്ട് മാക്സിമം അവരെ മിസ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം. പിന്നെ രണ്ടാമത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ സിനിമകൾ ഇന്ന് ഇറങ്ങിയ മാർക്കോ അതേപോലെ തന്നെ മുറ എന്ന് പറയുന്ന സിനിമകളൊക്കെ തന്നെയും എന്താണ് സിനിമ? അത്യാവശ്യം സിനിമ എന്നത് ജനങ്ങൾക്ക് അത്യാവശ്യം അറിവും അല്ലെങ്കിൽ അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ആക്കി ജനങ്ങളിൽ കൊടുക്കേണ്ട ഒരു മെസ്സേജാണ്, ഒരു കലയാണ്. എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു കലയാണ് പാട്ടും ആട്ടവും അതേപോലെ തന്നെ സ്റ്റോറിയും എല്ലാം. പക്ഷേ ഇന്നത്തെ ഒരു സീരിയലുകളോ അല്ലെങ്കിൽ സിനിമകളോ കാണിക്കുന്നത് തീർച്ചയായിട്ടും കൊച്ചു പൈതൽ, അതായത് ഒരു 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു പച്ചയായ മനുഷ്യനെ എത്ര വെട്ട്, എവിടെ വെട്ടാം, എങ്ങനെ വെട്ടാം, അവനെ ഏത് അങ്ങാടിയിൽ വെച്ച് വെട്ടാം എന്ന് പ്രത്യേകം പ്ലാൻ ചെയ്ത് പഠിപ്പിക്കുന്ന ഈ കേരളത്തിലെ സമൂഹത്തിനെ മൊത്തം നരാധമന്മാരാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സിനിമയും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സലീം കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും മാംസക്കടകളാണ് ഇന്നത്തെ സിനിമകളെന്ന്. തീർച്ചയായിട്ടും മോഹൻലാൽ അഭിനയിച്ച സിനിമകൾ നമ്മൾ കണ്ടു, മമ്മൂട്ടി അഭിനയിച്ച വേഷം, അതേപോലെ തന്നെ വല്യേട്ടൻ, അതൊക്കെ എന്നാ നല്ല സിനിമകളാണ്. സിനിമയുടെ തുടക്കകാലമായ ഫതേഹ് പാഞ്ചാലി എന്ന് പറയുന്ന ക്ലാസിക്കൽ മൂവി, പച്ചയ ജീവിതം കാണിച്ചു കയറുന്ന സിനിമ, അതൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുള്ള കേസുകെട്ടാണ്. ഇന്നത്തെ സിനിമയും ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ, അതായത് ഈ മനുഷ്യ സമൂഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ കുറേ സിനിമകൾ. ഒരു ബാങ്ക് കൊള്ളയടിച്ചപ്പോൾ ഇത് എവിടെ നിന്നാണ് ഐഡി കിട്ടിയെന്ന് വെച്ചപ്പോൾ ആ കൊള്ള നടത്തപ്പെട്ട പയ്യൻ പറഞ്ഞു അതൊരു സിനിമ, ഇംഗ്ലീഷ് സിനിമയുണ്ടായിരുന്നു, അതിനകത്തുനിന്ന് കണ്ടതാണ്. അപ്പോൾ സിനിമയിൽ എത്രത്തോളം ഇപ്പം കാവ്യമാധവൻ്റെ അരിഞ്ഞാണം അടിക്കുന്ന ഒരു സീൻ നമ്മുടെ മീശമാധവനിലുണ്ട്. അപ്പോൾ ഇവർക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആദ്യം കാവ്യമാധവൻ എന്ന് പറയുന്ന അമ്മയുടെ പൊക്കിൽ തടങ്ങൾ കണ്ടായിരിക്കും ആദ്യം ഒരു പെണ്ണിൻ്റെ മാനം, സ്വന്തം അമ്മയുടെ മാനം തന്നെ കണ്ടിട്ടായിരിക്കും നമ്മുടെ കേരളത്തിലെ സംസ്കാരം ഉയർന്നു വരുന്നത്. അപ്പോൾ അത്രയും ഗതികെട്ട ഒരു സിനിമാ മേഖല പോലും വെറും ബിസിനസ്സും അല്ലെങ്കിൽ സമൂഹത്തിൽ തീർച്ചയായിട്ടും വിപത്തുണ്ടാക്കുന്ന ഒരു മാരക പോയിസണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും PC പറഞ്ഞതായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും സിനിമക്കാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുക. കാരണം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ നാട്, ഇതിനൊരു അടിസ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു പവിത്രതയുണ്ട്. പിണറായി വിജയനല്ല തീരുമാനിക്കേണ്ടത് ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറണോ വേണ്ടയെന്നും. കാരണം ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസികളാണ്, അനന്തകൂടി ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു അമ്പലമാണ് ശബരിമല. അതിൻ്റെ അനുഷ്ഠാനങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും പിണറായിയാണ്. കാര്യം പിണറായി ആക്കിയത് ജനങ്ങളാണ്. അപ്പോൾ അവരുടെ വിശ്വാസങ്ങളിൽ മണ്ണെറിയാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ കാക്കി പട്ടാളങ്ങൾ അവരുടെ നിയമത്തെ അല്ലെങ്കിൽ തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഇരിപ്പിടം തന്നത് സാധാരണപ്പെട്ട ജനങ്ങളാണ്. അത് ഈ പറയുന്ന PC മനസ്സിലാക്കുക, ഈ പറയുന്ന ഓരോ കാവൽ ഭടന്മാരായ കാക്കി ഇട്ട സേവകന്മാരും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, എന്തെങ്കിലും തെറ്റുകൾ ഈ കാക്കിയിട്ട അല്ലെങ്കിൽ നിയമം പഠിച്ച അല്ലെങ്കിൽ നമ്മളുടെ നികുതി കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നിയമപാലകർ ഇത് മോശമായ ഏതെങ്കിലും രീതിയിൽ തെളിയിക്കപ്പെട്ടാൽ, തീർച്ചയായിട്ടും തെറ്റുകാരാണ് അവർ എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു കാരണവശാലും തിരിച്ച് ജോലി പ്രവേശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഈ ഗവൺമെൻറ് ഈ ജോലി കൊണ്ടുണ്ടായ സർവ്വസ്വത്തുക്കളും കണ്ടുകെട്ടുകയും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ നിന്നും 10 ഇരട്ടി ശിക്ഷ അധികപ്പറ്റായി അവർക്ക് കൊടുക്കുകയും ദയവ് ചെയ്ത് സർക്കാർ ഇതിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടതാണ്. സാധാരണപ്പെട്ട ജനങ്ങളും അതിന് കറക്റ്റായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും നാളത്തെ ഒരു സമൂഹം നല്ലൊരു സമൂഹമായിട്ട് മാറും. എന്തായാലും നമ്മളെ കേശവൻ്റെ കടയിൽ നിന്നും നമ്മൾ അത്തർ വാങ്ങി അല്ലെങ്കിൽ ചന്ദനത്തിരി വാങ്ങി നമ്മളുടെ വീട്ടിൽ ഖുർആൻ ഓതുകയും, അതല്ലെങ്കിൽ ജോസേട്ടൻ്റെ കടയിൽ പോയിട്ട് കർപ്പൂരം വാങ്ങി നമ്മുടെ ഗണപതിക്ക് കത്തിക്കുകയും, പിന്നെ സുലൈമാൻ കാക്കയുടെ കടയിൽ പോയിട്ട് മെഴുകുതിരി വാങ്ങി പള്ളിയിൽ കത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ സുന്ദരമായ പ്രകൃതി ഭംഗിയായ ശാന്തിയുടെ നമ്മുടെ നാട്. അപ്പം എന്തായാലും ഈ ഒരു മുഖ്യമായൊരു വിഷയങ്ങളാണ്. കാര്യം മക്കളെ തീർച്ചയായിട്ടും ഒരു വീട്ടുകാർ മാക്സിമം നമ്മളെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലെ സംസ്കാരം പഠിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് കുറേ കാതും കുത്തി മനുഷ്യക്കോലമല്ലാതെ മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മര്യാദയ്ക്ക് ജീവിക്കാനുള്ള ആൾക്കാരുണ്ട്. ഇന്ന് പെണ്ണും ആണും കാണിച്ചു കൂട്ടുന്ന പേക്കോലങ്ങൾ വലുതാണ്. വളരെ ഭീകരമായ അന്തരീക്ഷമാണ്.
MDMA ഒക്കെ അടിച്ചിട്ട് അമ്മ ഏതാണ് അച്ഛൻ ഏതാണെന്ന് അറിയാൻ വയ്യ, സ്കൂളിലേക്ക് പറഞ്ഞു വിടും. കാര്യം വീട്ടിൽ സംസ്കാരമില്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അത് കാര്യമില്ല. കാര്യം സ്കൂളിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും വലുതായിട്ട് അവർ പുറത്ത് വിടാറില്ല. കാരണം പല സ്കൂളും ഇന്ന് ബിസിനസ്സാണ്. മാനേജ്മെൻറ്റ് അവർക്ക് ആ ഒരു നെഗറ്റീവ് ആവും എന്ന് പറഞ്ഞിട്ടായിരിക്കും പല സ്കൂളുകളും അത് മറച്ചു പിടിക്കുന്നത്. തീർച്ചയായിട്ടും സ്കൂള് ഈ പുസ്തകം മാത്രം പഠിപ്പിക്കുന്നത് തൽക്കാലം മടക്കി വെച്ചിട്ട് ആദ്യം അവർക്കൊരു സംസ്കാരം പഠിപ്പിക്കുക, അവരുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ സമൂഹത്തോട് നമ്മൾ ചെയ്യേണ്ട നീതി പഠിപ്പിക്കുക. ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ സഹോദരങ്ങൾ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്നും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നും പച്ചയായി ആദ്യം അധ്യാപകന്മാർ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഒതുങ്ങിക്കൂടുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് പലർക്കും മക്കളെ എഞ്ചിനീയറാക്കാനും ഡോക്ടറാക്കാനും ഒക്കെ നെട്ടോട്ടം ഓടുന്ന ഒരവസ്ഥയിൽ അവരുടെ സംസ്കാരം പഠിപ്പിക്കാൻ മറന്നു പോകുന്നതിൻ്റെ ഒരു ഭവിഷ്യത്താണ്. അതേപോലെ തന്നെ ടീച്ചേഴ്സും ശമ്പളം മാത്രം മേടിച്ച് ജീവിതം നോക്കാതെ വളർന്നു വരേണ്ട ഒരു തലമുറയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെ മാക്സിമം നിങ്ങൾ കെയർ ചെയ്യുക. എവിടെയെങ്കിലും ട്രെയിനികളെ കൊണ്ടുവന്ന് അത്യാവശ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ നന്മയിലേക്കും അല്ലെങ്കിൽ നാളത്തെ സമൂഹത്തിനും വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വഴിയും കൂടെ സ്വീകരിക്കേണ്ടതാണ് എന്ന് തൽക്കാലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്തായാലും വലിയ വീഡിയോസ് ഒന്നും കാണാത്തതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വരും, സിനിമയൊക്കെ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ മടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാൻ മടിയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. കാരണം ഒട്ടുമിക്ക ആൾക്കാരും വരാറില്ല. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഒന്നേ നമ്മളകത്തായി പോകുമോ, അല്ലെങ്കിൽ നമ്മുടെ ജോലി തെറിച്ച് പോകുമോ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മളെ എന്തെങ്കിലും ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർ നിരുത്സാഹപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ്. തീർച്ചയായിട്ടും അത് നമ്മളുടെ സമൂഹത്തിന് നാളത്തെ നിലനിൽപ്പിനും അത് തീർച്ചയായിട്ടും ഒരു വിലങ്ങ് തടിയായിട്ട് നമ്മുടെ ഭാരതം മാറും. നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായി നമ്മളുടെ നിശബ്ദതയാണ് തീർച്ചയായിട്ടും നാളത്തെ ഒരു ഭാരതത്തിൻ്റെ തകർച്ചയായിട്ട് മാറുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്.